സോ നമ്മൾ ഇനോഗ്രേഷൻ തുടങ്ങുകയാണ്. നമ്മൾ മാച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ സെക്രട്ടറിയിൽ നിന്നും എന്താ പറയേണ്ടതെന്ന് കേൾക്കാം നമുക്ക്. മേഡം. ഗുഡ് മോർണിംഗ് ഓൾ. ഹലോ, ഗുഡ് മോർണിംഗ്. വളരെ മികച്ച രീതിയിലാണ് കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അധികം ദീർഘിപ്പിക്കുന്നില്ല, കാര്യം നമുക്ക് കളിയുടെ ഇൻ ബിറ്റ്വീനാണ്. എന്തായാലും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ടൂർണമെൻറ്റ് നടത്താനായിട്ട് സുവിയും രതീഷും ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ഭംഗിയായി ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് സക്സസ്സിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ചെറിയ സമയത്തിനുള്ളിൽ ഇത്ര ഗംഭീരമായിട്ട് ഈ ടൂർണമെൻറ്റ് കോർഡിനേറ്റ് ചെയ്തതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് CCF-ൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ കളിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ജിജി ചേട്ടൻ പ്ലീസ്. നമസ്കാരം. ഈ ടൂർണമെൻറ്റ് സുബീദും രതീഷ് വഞ്ഞാറമൂടും കൂടി ഏറ്റെടുക്കുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമയത്താണ്. കാരണം നമ്മൾ നടത്തേണ്ട ഒരു വന്ന ആ ഒരു ഗ്യാപ്പ് അല്ലേട്ടൻ ഇവരോട് സംസാരിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതിപ്പോൾ എന്തായാലും വളരെ മനോഹരമാക്കും എന്നുള്ളത് ഈ ഒരു ടൈമിൽ തന്നെ നമുക്കത് വ്യക്തമായിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ CCF കപ്പിലേക്ക് കളിക്കാനായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഒരുക്കമാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം കളിക്കാൻ പറ്റട്ടെ. ആർക്കും ഒരു പരിക്കും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. സാജേട്ടാ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ സുവി സ്ട്രൈക്കേഴ്സും സിനി വാരിയേഴ്സ് ഒന്നിച്ചേർന്ന ടൂർണമെൻറ്റ് ഈ ശാന്ത പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ഗംഭീരമായിട്ട് ഒരു ടൂർണമെൻറ്റ് നടത്തുന്നവർക്ക് രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഇതിൽ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനും എല്ലാ ടീമുകൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അതുപോലെ നമ്മൾ ക്ഷണിച്ചിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഗസ്റ്റുകൾക്കും നമ്മളുടെ CCF-ൻ്റെ പേരിലും നമ്മുടെ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ പേരിലും ഹൃദയമായ സ്വാഗതം, സ്നേഹം എല്ലാം അറിയിക്കുന്നു. താങ്ക് യു. ഇനി സ്ട്രേറ്റ് നമ്മളുടെ ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ ചേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അല്ല, കളിക്കാൻ വേണ്ടി കളിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കുറേ കാലമായി നടക്കുന്നു. കളിച്ച് വളരുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നേ വരെ എന്നോട് ആരും കളിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല. ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഷൂട്ട് കഴിഞ്ഞോ, ഇനി എന്നാ തിരിച്ചു പോണ്, അടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കളി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിക്കാതെ കളിച്ച് നടന്നു എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? വലുതായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയാ കളിക്കണം, കളിയാണ് നല്ലത് എന്ന്. എല്ലാം നമ്മുടെ പ്രായം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാം നല്ലതായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ബെസ്റ്റിയായി അല്ലേ, സിറ്റുവേഷൻഷിപ്പായി. നമ്മളന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ല, ഇങ്ങനെ റിലേഷൻ പരിപാടിക്ക് വേണ്ടി പ്രേമിച്ച് അല്ലേ, പിന്നെ കുറേ തല്ലുകൂടി ബ്രേക്കപ്പായി, 5 വർഷം പോയി. ഇപ്പോൾ അത്രയും സമയമില്ല കളയാൻ. അതുകൊണ്ട് ഞാനും ജോർജേട്ടനും ഉണ്ടയുടെ സമയത്ത് അല്ലേ കാസർഗോഡിൽ ആ ചരലുടെ സ്ഥലത്ത് ക്രിക്കറ്റ് കളിച്ചാൽ പക്ഷെ എപ്പോഴാണ് കളിക്കാൻ തന്നെ. ജോർജേട്ടൻ അതിനിടയിൽ എന്തെങ്കിലും നടന്നിരുന്നോ? കളിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ എത്ര ടീമാണ് മൊത്തം? 16 ടീം. അപ്പോൾ എല്ലാ ടീമും അങ്ങോട്ടും കൊണ്ട് മത്സരിക്കുന്നുണ്ടോ? ഏറ്റുമുട്ടുമോ? അപ്പോൾ ഒരു ടീം 2 മാച്ചസ് ഉള്ളൂ. അതിൽ അപ്പോൾ ഒരു കളി ജയിക്കണം എന്തായാലും. അപ്പോൾ റൺ റേറ്റാ. അപ്പോൾ ഈ LBW ഉണ്ടോ അതിൽ? അതുവരെ തീരെ കളിച്ചിട്ടില്ല. കാരണം നമ്മൾ LBW ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ, കാരണം നമ്മൾ സ്റ്റിച്ചിൽ കളിച്ചിട്ടില്ല. സ്റ്റിച്ച് ഇടുമ്പോൾ കളിക്കുമ്പോൾ നമ്മൾ പാഡ് ഇടുക. പാഡ് ഇട്ടാലല്ലേ LBW അറിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ വിക്കറ്റ് ബോൾഡ് ആകുമ്പോഴും റണ്ണൗട്ട് ആകുമ്പോഴും അടിയാണ് ഗ്രൗണ്ടിൽ. ഇത് തേർഡ് അമ്പയറും റീപ്ലേ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കയ്യൊക്കെ ഉള്ളവൻ. പിന്നെ ഞാൻ സ്റ്റിച്ചിലാകെ
ഒരു പ്രാവശ്യം കളിച്ചിട്ടുള്ളൂ. അത് ഫസ്റ്റ് AVI സ്കൂൾ എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൗണ്ടുണ്ട് പൊന്നാനിയിൽ, അവിടെയാണ്. ഞാൻ അതുവരെ വിചാരിച്ചു ടെന്നീസ് ബോളിൽ കളിക്കുന്നതാണ് സേഫ്, അടിച്ച് പൊളിക്കാമെന്ന്. പക്ഷേ സ്റ്റിച്ച് ബോളിൽ അന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ബാറ്റ് ആക്ഷൻ അനുസരിച്ച് വെച്ചപ്പോൾ കൊണ്ട് പോണു. അന്ന് മനസ്സിലായി സ്റ്റിച്ച് ബോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്ത് പന്തിനേക്കാളും ഊജായിട്ട് പോകുന്നു. പിന്നെ ഞാൻ ഇവർ 6 അടിക്കണമെന്ന് അത്ര അങ്ങനെ ഗവനിക്കാറില്ല ക്രിക്കറ്റ് കളിയിലെ. അത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ദുബായിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു ഫുട്ബോൾ കളി കാണുമ്പോൾ തന്നെ എനിക്ക് എന്ത് വരും, കിതപ്പ് വരും. അവരെങ്ങനെയാണ് അവിടെ നിന്ന് ഇതാകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് സാവധാനം കളിച്ചാൽ മതിയല്ലോ, വിട്ട് കഴിഞ്ഞാൽ ഫീൽഡിങ് മോശമാണെന്ന് പറയാം. പിന്നെ ക്യാച്ച് വിട്ട് നമുക്ക് ഒരുപാട് പരിചയമുണ്ട് കണ്ടിട്ട്. കാരണം ഇന്ത്യക്കാരെ പണ്ട് ക്യാച്ച് വിടുന്ന ആൾക്കാരായിട്ടാണ് കണ്ടിരുന്നത്. ആ സമയത്ത് ആകെ ക്യാച്ച് നന്നായി എടുത്തിരുന്നത് അസറുദ്ദീൻ എന്ന് പറയുന്ന ഒരു കളിക്കാരുണ്ടായിരുന്നു. അസറുദ്ദീനായിരുന്നു ഞങ്ങളുടെ. കാരണം എല്ലാവരും സച്ചിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വ്യത്യസ്തത വേണമല്ലോ. പിന്നെ കാണാനും നല്ല സ്റ്റൈലാണ്. അന്നത്തെ ഡൈവ് ചെയ്തിട്ടൊക്കെ. അസറുദ്ദീൻ അറിയോ? സംഗീത ബജിനെ കല്യാണം കഴിച്ച അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവർക്ക് അറിയുള്ളൂ. അത് 2ാമത്തെ വിവാഹമായിരുന്നു പുള്ളിയുടെ. പിന്നെ പുള്ളി കോഴവാതിലൊക്കെ പോയി അത്യാവശ്യം നല്ല MP ഒക്കെ ആയി. ഇപ്പോൾ എന്തെങ്കിലും വാതിലായാലുള്ള MP MLA ഒക്കെ ആകാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ നമ്മുടെ ഇവിടെ അസോസിയേഷനിലൊക്കെ എന്തെങ്കിലും വിധമായ മത്സരിപ്പിക്കില്ല. ഇവിടെ ഭയങ്കര പവിത്രതയും അല്ലെങ്കിൽ പരിശുദ്ധിയും നന്മയൊക്കെ വേണം. അപ്പോൾ എല്ലാവരും നന്നായി കളിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. ജയം തോൽവി ഒന്നും നമ്മൾ നോക്കണ്ട. അത് സ്കോർ ബോർഡിൽ നോക്കണവർ നോക്കിക്കോളും, മനസ്സിലായിക്കോളും. ഒരു 6 എങ്കിലും അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കളിക്കാതെ എന്നെ ഇന്ന് കളിപ്പിക്കുമോ? നീ കളിക്കണ്ട, ബോൾ ചെയ്യോ? ആരാ നമ്മുടെ ബോൾ ചെയ്യണ ആരാ നന്നായിട്ട്? സ്പിൻ എറിയുന്ന ആരാ? സ്പിന്നുണ്ടോ? സ്പിന്നാണോ? ഫാസ്റ്റ് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജിന്നിന് കൊടുക്കാം. ഷൈനൊരുപാട് നന്ദി. പുള്ളി കളി കണ്ടിട്ട് കുറച്ച് കാലമായിരുന്നു തോന്നുന്നു. നമ്മുടെ കളി ഒട്ടും കണ്ടിട്ടില്ല. അസർദിൽ നിൽക്കുക. അപ്പം എന്തായാലും ഇപ്പം കളിയുടെ ഇടക്കം പറഞ്ഞു. നമുക്ക് ഒരുപാട് ദീർപ്പിക്കാതെ ആ കളിയിലേക്ക് കിടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റിയതിലും ഇതേപോലെ ഇവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓവർ ടു സഹ സൂര്യ, ഒരു ക്വിക്ക് വേർഡ്സ്. എനിക്ക് ഇല്ല, വേണ്ട. എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ല സത്യത്തിൽ. അപ്പം എന്നോട് ജോച്ചേട്ടൻ ഒരു ദിവസം വിളിച്ചു വിടാം, നീ വന്നൊന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, വലിയൊരു സന്തോഷമാവും. അപ്പം ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് സുവി സ്ട്രൈക്കേഴ്സിന് എന്തെങ്കിലും ഞാൻ കാരണം ഒരു ഗുണം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ പറ്റിയിട്ട്, നിങ്ങളെ എല്ലാവരും കാണാൻ പറ്റിയിട്ടും ഞാൻ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. സോ നൈസ് ഓഫ് യു. ആൻഡ് ഇനി ഒരു ജേഴ്സി ലോഞ്ച് ഉണ്ട്. അപ്പം സുവി സ്ട്രൈക്കേഴ്സിൻ്റെ ജേഴ്സി ലോഞ്ചാണ്. ഷൈൻ ടോം ചാക്കോ ചേട്ടാ ഒന്ന് മുന്നിലേക്ക് വരും. Of Suvi Strikers, a big round of applause. Shine Tom Chako. Sagar Surya. Sagar Surya, please to come up.